എന്താണ് ഈ രാഷ്ട്രീയപരമായി നമ്മൾ തന്നെ നോക്കുമ്പോൾ ഈ ഒരു സംഭവത്തോടുകൂടി പ്രതിഷ്ഠാ ചടങ്ങോടുകൂടി ഇത് എത്രത്തോളം ബി.ജെ.പിക്ക് ഒരു മുൻഗണന ലഭിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്? രാഷ്ട്രീയപരമായി നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെ വിലയിരുത്താൻ കഴിയും? ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് വലിയൊരു ആഘോഷമാക്കി മാറ്റുവാനാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 3-ാം വാരം മുതൽ ഈ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുവാനും ബി.ജെ.പി. തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ചടങ്ങ് ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനാണ് ബി.ജെ.പി. ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മോദി ഇപ്പോൾ പുറത്തു വരുന്നത്, ഈ ചടങ്ങിലേക്ക് രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും ഈ രാമക്ഷേത്ര ട്രസ്റ്റ് അവരാണ് ഈ ചടങ്ങിനുള്ള ആൾക്കാരെ ക്ഷണിക്കേണ്ടത്. ഇരുവരെയും ക്ഷണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തി എന്നതാണ്. കാരണം ഒരു മാർഗരേഖ ഇത് സംബന്ധിച്ച് നേരത്തെ ട്രസ്റ്റ് പുറത്തിറക്കിയിരുന്നു, ആരെയൊക്കെയാണ് ക്ഷണിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച. ആ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും ക്ഷണം അയക്കാൻ വേണ്ടി അവരെ ക്ഷണിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 3 തരത്തിലുള്ള ആൾക്കാരെയാണ്, രാഷ്ട്രീയ തലത്തിൽ രംഗത്ത് നിന്നുള്ള 3 തലത്തിലുള്ള ആൾക്കാരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത്. ഒന്ന്, ദേശീയ പാർട്ടികളുടെ, അതായത് മുഖ്യധാരാ പാർട്ടികളുടെ അധ്യക്ഷന്മാർ, അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ. ഇതിനു പുറമെ 1984 മുതൽ 1992 വരെ രാമക്ഷേത്ര പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾ. അങ്ങനെ 3 തലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അതിൽ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടില്ല എന്നാണ് ഇപ്പോൾ ഈ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഫലത്തിൽ കോൺഗ്രസിൻ്റെ 1-ാം നമ്പർ കുടുംബത്തിൽ നിന്ന് സോണിയാഗാന്ധിയെ മാത്രമേ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയുള്ളൂ. സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാണ്. അതുകൊണ്ടാണ് സോണിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത്. ഇതിനു പുറമെ ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അഖിലേഷ് യാദവ് അതുപോലെ തന്നെ മായാവതി തുടങ്ങിയ നേതാക്കളെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കും. പക്ഷേ രാഹുലിനെയും പ്രിയങ്കയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.